4 5 6 7 8 ഗൈസ് ഈ സ്മെല്ലാണ് എന്നെ ഇവിടെ എത്തിച്ചത് കേട്ടാ. ഈ സാധനമൊക്കെ കണ്ടിട്ട് നിങ്ങളെങ്ങനെ അവിടെ വായിൽ വെള്ളം ഒലിപ്പിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ വായോ ഇതൊക്കെ തിന്നണ്ടേ? കഴിച്ചോ. ഇത് മൊത്തം തിന്നണോ? ഇത് മൊത്തം അവിടെ പറ്റിയില്ല, കാരണം എല്ലാരും കൂട്ടിട്ട് വരണ്ട. ഞാൻ ഇജും മാത്രമുള്ള വീഡിയോ ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ചിങ്ക പോലെ ഇത്രയും സാധനം ഞാൻ തിന്നുമ്പോ എങ്ങനെയാണോ ഗൈസ് നിങ്ങൾ പൊന്നു കാണുമ്പോ തന്നെ ഇതിന്റെ ഒരു ഭംഗി. ഇതില് 2 ചിക്കൻ ബർഗറും 2 ബീഫ് ബർഗറും ആണ്. അതിപ്പോൾ ഏതാ കണ്ടുപിടിക്കണത് എന്നുള്ളത് കഴിച്ചാൽ തന്നെ ഗൈസ് അറിയുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങോട്ട് വായോ ഗൈസ് ഇങ്ങോട്ട് ഇതിലിങ്ങനെ നോക്ക് ഗൈസ് വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ ഗൈസ്. ഒരു മിനിറ്റ് റഹ്മാൻ വ്ളോഗർ എല്ലാവർക്കും എന്നെ അറിയുമെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള റെഡ് ഷെഫ് കഫേയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പെരിന്തൽമണ്ണക്കാർക്ക് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് അടിക്കാൻ മറക്കണ്ട, കൂടെ കൂടിക്കോളി. വാ ഗൈസ് നമ്മളെ സംഭവം ഓർഡർ ചെയ്തത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഓ സാനത്തി ഗൈസ്, മോൻ്റെ പേരെന്താ? വിഷ്ണു ഉളുക്കു ഗൈസ്. ഇന്ന് ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സ ബർഗർ എന്നാണ് ഇതിൻ്റെ പേര്. മിന്ത ഫുഡിയുടെ വീഡിയോ കണ്ടിട്ടാണ് റെഡ് ഷെഫിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാനും നമ്മളെ അനസുണ്ട്, മാരി എന്ന് പറഞ്ഞ അനസുണ്ട്. അനസിൻ്റെ പേര് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ, അതാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഹെക്സ ബർഗറാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. 1 2 3 4 5 6 7 8 ഗൈസ്. ഈ സ്മെല്ലാണ് എന്നെ ഇവിടെ എത്തിച്ചത് കേട്ടാ. ഈ സാധനമൊക്കെ കണ്ടിട്ട് നിങ്ങളെങ്ങനെ അവിടെ വായിൽ വെള്ളം ഒലിപ്പിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ വായോ ഇതൊക്കെ തിന്നണ്ടേ? കഴിച്ചോ. ഓ പൊന്നു കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി. ഇതിൽ 2 ചിക്കൻ ബർഗറും 2 ബീഫ് ബർഗറും ആണ്. അതിപ്പോൾ ഏതാ കണ്ടുപിടിക്കണത് എന്നുള്ളത് കഴിച്ചാൽ തന്നെ ഗൈസ് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വായോ ഗൈസ് ഇങ്ങോട്ട് ഇതിലിങ്ങനെ നോക്ക് ഗൈസ് വെള്ളം വരുന്നത് കാണുമ്പോൾ തന്നെ ഗൈസ്. ഒരു മിനിറ്റ്, ഒരു ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇതൊക്കെ കഴിക്കുക. തുടങ്ങാൻ പോവുകയാണ്, യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. കണ്ട അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ ഗൈസ്. കണ്ട ഈ സാധനമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് ഗൈസ് കഴിച്ചാൽ തന്നെ വീണ്ടും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അടിപൊളി. അടിപൊളി സാധനം ഗൈസ്. കണ്ട ഇതിൻ്റെ ഉള്ളൊക്കെ നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ ഇതിങ്ങനെ കോരിങ്ങനെ തിന്നണം ഗൈസ്. കണ്ട അങ്ങനെ കോരിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അതുപോലെ തന്നെ അതൊക്കെ ഡോക്ക് രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങളൊക്കെ. ചിക്കനും ബീഫുമാണ്. അങ്ങനെ അടിപൊളി ഗൈസ്. ബീഫാണ് ഞാൻ ഇപ്പോൾ കഴിക്കണത്. കട്ടി ചിക്കനേതാ ബീഫേതാന്ന് മനസ്സിലാവില്ല. ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി. ഈ സാധനങ്ങളൊക്കെ കഴിച്ചു തരുമ്പോൾ ഇതിൻ്റെ വയറ് പൊട്ടൊന്നും സംശയമില്ല. ഈ ചീസ് ഇങ്ങനെ എടുത്തിട്ടേ അങ്ങനെ ഗൈസ് ഒറ്റക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങളുണ്ടെങ്കിൽ 1 2 3 ഇതൊക്കെ തിന്ന് തീർക്കാം. നമുക്കൊരു കഷ്ണം എടുത്തേക്കോ? എടാ മോനെ ഇതൊക്കെ തിന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം പോലും നമുക്ക് തരില്ല. ഞാൻ ഫുള്ള് തിന്നും. ഒന്നും തരില്ല. ഒരെണ്ണം നമുക്ക് മാറ്റിവെക്കണം. ഒറ്റ എണ്ണ നമുക്ക് മാറ്റിവെക്കണം. അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. റെഡ് ഷെഫിന് ഞാനിന്ന് ഒരു 50 പോയിന്റ് കൊടുക്കും. ഗൈസ് വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതാ ഒരു പീസ് എടുത്ത് ഒരു പൊന്നോ ഓക്കെ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ.
ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പെഷ്യൽ സാധനമാണ് ഇവിടുത്തെ മെയിൻ സാധനം. ഇതൊക്കെ ഇതിങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇത് മൊത്തം കൂടെ തിന്നണം കേട്ടോ. ഇത് അവിടെ പറ്റിയില്ല, കാരണം എല്ലാരും കൂട്ടിയിട്ട് വരണ്ട, ഞാൻ ഇജും മാത്രമുള്ള വീഡിയോ ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ചിങ്ക പോലെ ഇത്രയും സാധനം ഞാൻ തിന്നുമ്പോ എങ്ങനെയാണോ ഗൈസ്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഈ പെരുന്തമണ്ണയിൽ അടുത്ത് ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വരണം. ഇതൊക്കെ ഫുള്ള് ഇതാ, ഇനി നിങ്ങൾക്ക് തരാം ഗൈസ്, ബാക്കിയാവുന്ന ഇതാ നമ്മളെ സ്വന്തം അനസ്. എന്റെ പൊന്നോ, ഇന്നങ്ങനെ കൊതിപ്പിക്കല്ല ഈ സാധനം. ഇത് അതില് ബീഫ് ചിക്കൻ അതാ ഒരു പോരന് കഴിക്കേണ്ട രീതിയിൽ അത് കറക്റ്റായിട്ട് ഉള്ളിക്കാക്ക്. അതിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വേണം കഴിക്കാൻ. എന്റെ പൊന്നോ, ഇപ്പൊ അങ്ങനെ കൊതിപ്പിക്കാണ്. ഞാനിപ്പോ 2 തിന്നപ്പോ തന്നെ വയ്യാണ്ടായി ഗൈസ്. അപ്പോ ലവൻ അതിങ്ങനെ തിന്നുമ്പോ ഇഞ്ഞതില് 1 2 നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാന്. മടുപ്പ് തോന്നുന്നില്ല കേട്ടാ. അതായത് നമ്മളെ വിഷപ്പോട്ടൊന്നും അറിയില്ല, മടുപ്പ് തോന്നുന്നില്ല ഗൈസ്. തൊപ്പി ഒന്ന് കുറച്ച് പൊക്കി പിടിക്കട്ടാ. എൻ്റെ പൊന്നോ, ഇവൻ കഴിക്കുന്ന ഇത് ചിക്കനാണെന്നാണ് എനിക്ക് സംശയം. ആ ചീസ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഫില്ലാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ഇവൻ ബാക്കിയേക്കും, ഞാൻ ബാക്കി വെച്ച പോലെ. എൻ്റെ പൊന്നോ, കൊതിപ്പിക്കുന്ന രീതിയിലാണ് ഗൈസ് തിന്നുന്ന്. ഇല്ല, ചുണ്ടുമായില്ല ഗൈസ്. ഇവനക്ക് എത്ര സാധനം തിന്നാലും മതിയാവില്ല, കാരണം അത്ര ഇഷ്ടപ്പെടുന്ന ഫുഡിൻ്റെ ലവറാണ് അല്ലേ. കേരള ഫുഡ് വ്ളോഗ് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരാളാണ് അവൻ. വീഡിയോക്കൊന്നും വരലില്ല, എന്നാൽ പോലും എവിടെയൊക്കെ വെറൈറ്റി ഫുഡ് കണ്ടുപിടിക്കുന്ന ആളാണ്. അതാണ് അവൻ്റെ പ്രത്യേകത. അനസ് എന്നാണ് അവൻ്റെ പേര്. ഫാഷൻ വ്ളോഗറാണ്. സിനിമയിൽ സ്റ്റണ്ട് മാസ്റ്റർ ആവാൻ പോവുകയാണ്. ഇതൊക്കെ തിന്ന് തീർക്കന്നെ വേണം മോനെ, തിന്ന് തീർക്കന്നെ വേണം. അതേതാ എനിക്ക് ഏതാ തോന്നി? ചിക്കൻ ഫ്ലേവർ ഏതാ? ബീഫാ? ബീഫാ? അപ്പൊ ഞാനും തിന്ന് ചിക്കനും. ഞാൻ 2 ബീഫ് തിന്ന്. എനിക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാനെന്ന് ജീ വിചാരിച്ചാ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയുണ്ട്? എല്ലാരും വരണം. റെഡ് ചെഫ് ഇവിടെ വന്ന് കഴിക്കാൻ വേണം. പാർസൽ കൊണ്ടായിട്ട് കാര്യമില്ല, ഇവിടെ വന്ന് കഴിക്കണം അല്ലേ. പൊളിക്കോ. ഓ, ആസ്വദിച്ച് കഴിക്കുന്നവരാണ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സത്യത്തില്. നീ ചിക്കൻ ഉണ്ട്, ഇതാ ചിക്കനും കൂടി കാണിച്ചു കൊടുക്ക്. ഇത് ചിക്കൻ. അവർക്ക് കാണിച്ചു കൊടുക്ക്. മക്കളെ നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ അടിച്ച് കഴിച്ചോ. ഒരു പേടി വേണോ, ഇവിടെ വന്ന് കഴിച്ചോളൂ. ഒരു പേടി വേണം. ഇതൊക്കെ മണിയേട്ടനും സത്യേട്ടനും മനസ്സും ഇതൊക്കെ കണ്ടിട്ട് ഷിഫാനെ നീ ഇത് കാണണം. ഇതൊക്കെ കാണണം ഷിഫാനെ, കാണണം. ഞാൻ വിളിച്ചു ഷിഫാനെ, എല്ലാരും വിളിച്ചു. നിഷാമേ, അനസേ, മണിയേട്ടാ, കണ്ടോളൂ 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 കണ്ടോളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 തിന്നുമ്പത്തിനും വയ്യാണ്ടാവുകയാണ്. എന്താണെന്നറിയാം, ഈ ചീസ് ഉള്ളതുകൊണ്ട് ആ ചീസ് അഡിക്റ്റ് ആവരുതാലും. അതാ ചുണ്ടിന് പോവേണ്ട കേട്ടാ. വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ലൈക്ക് ചെയ്യാൻ പറയും. പെരിന്തൽമണ്ണക്കാർക്ക് പെരിന്തൽമണ്ണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് പെരിന്തൽമണ്ണക്കാർക്ക് മാത്രം ഞാൻ മറ്റേ ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ്. പെരിന്തൽമണ്ണക്കാർ ഫുഡ് ഇഷ്ടപ്പെടുന്ന പെരിന്തൽമണ്ണക്കാർക്ക് ഞാൻ റെഡ് ചെഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഇത് ഞാൻ മേടിച്ചു തരും അല്ലേ. ആ